ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല അടിപൊളിയൊരു ഷേക്ക് ഉണ്ടാക്കാം. ഇതാണ് ആത്തച്ചക്ക. ഞങ്ങളുടെ ഇവിടെ ആത്തച്ചക്ക എന്നാണ് പറയുന്നത്. നിങ്ങളുടെ അവിടെ എന്താണ് ഈ പഴത്തിന് പറയുന്നതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ പഴം വെച്ച് നമുക്ക് നല്ലൊരു ഷേക്ക് ഉണ്ടാക്കാം. നല്ല പഴുത്ത 2 ആത്തച്ചക്ക ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ 2-3-4 കിറ്റ്കാറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് ആഡ് ചെയ്യാം. എന്നിട്ട് ഇത് ഞാൻ 2ആയിട്ട് പൊളിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ അകത്തുള്ള കുരുവൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രം എടുക്കണം. ജ്യൂസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൾപ്പ് മാത്രം നമ്മൾ സെപ്പറേറ്റ് ആക്കി എടുക്കണം. അപ്പോൾ അതൊരു സ്പൂൺ വെച്ചിട്ട് വേണമെങ്കിൽ എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ തൊലിയും പൾപ്പുമായിട്ട് ഭയങ്കരമായിട്ട് ജോയിൻ്റ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് കുറച്ച് പണിയാണത് എടുക്കാൻ വേണ്ടി. കാര്യം ഫുൾ അതിൽ ജോയിൻ്റ് ആയിട്ടായിരിക്കും ഇരിക്കുക. നല്ലപോലെ പഴുത്തത് അങ്ങനെ ആയിരിക്കുക. ഞാൻ കുറേശ്ശായിട്ട് എടുക്കുന്നുണ്ട്. കുറച്ച് ഞാൻ സ്പൂൺ വെച്ച് എടുത്തിട്ട് പിന്നെ ഞാൻ കൈ വെച്ചെടുക്കാനാണ് കുറച്ചും കൂടി എളുപ്പം. അങ്ങനെ ഞാൻ കൈ വെച്ച് അത് എടുക്കുന്നുണ്ട്. ഇത് വെറുതെ കഴിക്കാൻ തന്നെ നല്ല സ്വാദാണ്, നല്ല മധുരമാണ്. അതായത് ഞാൻ കുരുവൊക്കെ കളഞ്ഞ് ആ 2 പഴം എടുത്തിട്ട് ഇത്രേ കിട്ടിയുള്ളൂ. ആ കുരു കളഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ പകുതി പാർട്ട് പോയി. അപ്പം നന്നായിട്ട് ഞാൻ കുരുവൊക്കെ കളഞ്ഞ് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെച്ചിട്ട് ഷേക്ക് ഉണ്ടാക്കാം. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മളിപ്പോൾ എടുത്ത പൾപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ആത്തച്ചക്കയുടെ പൾപ്പ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഐസ്ക്രീം പോലെ ഇരിപ്പുണ്ടല്ലേ, വെറുതെ കഴിക്കാൻ നല്ല സ്വാദാണ് കേട്ടോ. ഞാൻ കിറ്റ്കാറ്റ് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ചോക്ലേറ്റിന് ടേസ്റ്റ് നിങ്ങൾക്ക് എത്രത്തോളം വേണം അത്രത്തോളം നമുക്ക് എടുക്കാം. എന്നിട്ട് 3-4 ഞാൻ എടുത്തായിരുന്നു. ചെറിയ പീസാക്കി ഞാൻ ഇടുന്നുണ്ട്. ഇതിപ്പോൾ ഒരു 3 ഗ്ലാസ് ഷേക്ക് ഞാനിത് അടിച്ചപ്പോൾ ഉണ്ടായിരുന്നു. 3 ഗ്ലാസ് കിട്ടിയായിരുന്നു. ഇനി ഇതിലേക്ക് ഞാൻ ഐസ് ക്യൂബ് ചേർക്കുന്നുണ്ട്. അതായത് മിൽക്കിൻ്റെ ഐസ് ക്യൂബാണ് ചേർക്കുന്നത്. പാൽ ഞാൻ ഫ്രീസറിൽ വെച്ചിട്ട് കട്ടയാക്കിയതാണ് ഇതിൽ ചേർക്കുന്നത്. അതൊരു 2 കട്ട ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിതിൽ പാൽ യൂസ് ചെയ്യുന്നതിന് പകരം ഇതുപോലെ ഈ കട്ട മാത്രമായിട്ട് യൂസ് ചെയ്യാം. ഞാനിതിൽ 2 കട്ട ഐസ് ക്യൂബ് എടുക്കുന്നുണ്ട്, മിൽക്കിൻ്റെ ഐസ് ക്യൂബ് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാലും യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ആവശ്യത്തിന് മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. എന്നിട്ട് പാലിൻ്റെ ക്യൂബ് അല്ലാതെ തന്നെ ഞാൻ ഇതിൽ പാലും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമ്മൾ നന്നായിട്ടൊന്ന് ജാറിൽ വെച്ചിട്ട് അടിച്ചെടുക്കണം. അടിച്ചെടുത്തതാണ്. നമുക്ക് നല്ല ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു ഗ്ലാസ്സിലേക്ക് പകർത്തുവാണ്. ഇത് 3 ഗ്ലാസ്സോളം ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇതിൽ ഞാൻ കുറച്ച് ചോക്ലേറ്റിൻ്റെ പാർട്ടൊക്കെ ഇടുന്നുണ്ട്. അത് കുറച്ച് ആ കിറ്റ്കാറ്റിൻ്റെ പോർഷൻ തന്നെ ഞാൻ കുറച്ച് കട്ട് ചെയ്തെടുത്തതാണ്. ഞാൻ ചുമ്മാ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഇട്ടതാണ്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ പിസ്ത, ബദാം, ഏത് നട്ട്സ്, കാഷ്യൂ നട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. നല്ല അടിപൊളി രുചിയായിരുന്നു. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആത്തച്ചക്കയൊക്കെ വീട്ടിലുണ്ടായിട്ട് ചുമ്മാ കാക്കയൊക്കെ കൊത്തി കളയുന്നതിന് പകരം നിങ്ങൾ ഇതുപോലെ ഷേക്കുകളൊക്കെ ഉണ്ടാക്കി നിങ്ങൾ കഴിക്കുക. അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ കൊടുത്താൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണ്. ഒരുപാട് ഗുണങ്ങളുള്ള ഡ്രിങ്ക്സാണ്, പഴമാണ് കേട്ടോ ആത്തച്ചക്ക. അപ്പം എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇനി എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. കമൻറ്റ് ചെയ്യണം. ഞാനിടുന്ന വീഡിയോസ് എല്ലാം കിട്ടാൻ വേണ്ടി നിങ്ങൾ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. താങ്ക് യു സോ മച്ച്.